ഏതൊരു ബാങ്കിലും ₹1 പോലും ചെലവില്ലാതെ തുടങ്ങാൻ സാധിക്കുന്ന അക്കൗണ്ടുകളെയാണ് സീറോ ബാലൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ നമ്മൾ തുടങ്ങുന്ന അക്കൗണ്ടുകളിൽ പണം നിക്ഷേപിക്കുമ്പോഴും പിൻവലിക്കുമ്പോഴും യാതൊരു വിധമായ സർവീസ് ചാർജുകളോ ഫീസുകളോ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന പൈസയിൽ നിന്നും എടുക്കുന്നില്ല. മാത്രമല്ല, നമ്മൾ അക്കൗണ്ടിൽ സൂക്ഷിക്കുന്ന പണം എപ്പോൾ വേണമെങ്കിലും മുഴുവനായും ATM വഴിയോ മൊബൈൽ വഴിയോ പിൻവലിക്കുകയും അക്കൗണ്ട് സീറോ ആയിട്ട് തുടരുവാനും വീണ്ടും നമ്മൾ അക്കൗണ്ടിൽ പൈസ ഇടുമ്പോൾ യാതൊരു വിധമായ സർവീസ് ചാർജുകളൊന്നും എടുക്കാത്ത പൂർണ്ണമായിട്ടും സൗജന്യമായി ഉപയോഗിക്കാൻ സാധിക്കുന്നതും സൗജന്യമായി ATM കാർഡ് ലഭിക്കുന്നതുമായ അക്കൗണ്ടുകളെയാണ് സീറോ ബാലൻസ് സേവിംഗ് അക്കൗണ്ടുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ വിവിധ തരത്തിലുള്ള സീറോ ബാലൻസ് സേവിംഗ് അക്കൗണ്ടുകൾ നമുക്ക് വിവിധ ബാങ്കുകളിൽ ഏതെങ്കിലും ഒന്നിന് തുടങ്ങാൻ കഴിയുന്നതാണ്. നമ്മുടെ ആവശ്യങ്ങളും പരിധികളും നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് വേണം ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് ഏതെങ്കിലും ഒരു ബാങ്കിൽ തുടങ്ങേണ്ടതെന്ന് മാത്രമേ ഉള്ളൂ. സീറോ ബാലൻസ് അക്കൗണ്ടുകൾ പൂർണ്ണമായും സൗജന്യമായതിനാൽ അതിൻ്റെതായ ഗുണങ്ങളുമുണ്ട്, അതുപോലെ തന്നെ ദോഷങ്ങളുമുണ്ട്. പ്രധാനപ്പെട്ട ഗുണങ്ങളെന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പൂർണ്ണമായും സൗജന്യമായ അക്കൗണ്ട് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ ഫീസ് ചാർജുകളൊന്നും എടുക്കുന്നില്ല. സൗജന്യ ATM കാർഡ് ലഭിക്കും. ATM മെഷീനിൽ നിന്നും എല്ലാ മാസവും 3 മുതൽ 5 തവണ വരെ നമുക്ക് പൈസ പിൻവലിക്കാൻ സാധിക്കും. അക്കൗണ്ട് എടുക്കുന്ന ബാങ്കിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ നമുക്ക് ഉപയോഗിക്കാം. ചെറിയ ചെറിയ ട്രാൻസാക്ഷനുകളൊക്കെ നമുക്ക് മൊബൈൽ ആപ്പുകൾ വഴി നടത്താൻ സാധിക്കും. അതായത് കടയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങി നമുക്ക് QR കോഡ് സ്കാൻ ചെയ്ത് പൈസ കൊടുക്കാനും UPI ട്രാൻസാക്ഷനൊക്കെ നമുക്ക് നടത്താനും പറ്റും. ഇതിനൊന്നും പ്രത്യേകിച്ച് സർവീസ് ചാർജുകളൊന്നും എടുക്കുന്നുമില്ല. ഇനി സീറോ ബാലൻസ് അക്കൗണ്ടുകളുടെ പ്രധാന ദോഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സീറോ ബാലൻസ് അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്ന പണത്തിന് സാധാരണ സേവിംഗ് അക്കൗണ്ടുകളെക്കാൾ പലിശ കുറവായിരിക്കും. എന്നാൽ പല ബാങ്കിലും ഇത് വ്യത്യസ്തമായിട്ടാണ് കാണുന്നതെന്നും നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതുപോലെ നമുക്ക് സീറോ ബാലൻസ് അക്കൗണ്ടുകൾ പരമാവധി ₹1,00,000 വരെ മാത്രമേ നമുക്ക് നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. ചെക്ക് ബുക്ക് അതുപോലെ ലഭിക്കില്ല. അതുപോലെ നമുക്കിപ്പോൾ ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് ഉണ്ട് എന്ന് കരുതുക. നമ്മുടെ സീറോ ബാലൻസ് അക്കൗണ്ടിൽ ഒരു ₹50,000 കിടപ്പുണ്ടെങ്കിൽ നമ്മുടെ സുഹൃത്ത് അല്ലെങ്കിൽ കുടുംബത്തിലെ ആരെങ്കിലും നമുക്കൊരു ₹75,000 നമ്മുടെ സീറോ ബാലൻസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ₹1,00,000 കൂടുതൽ നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുമ്പോൾ നമ്മുടെ സീറോ ബാലൻസ് അക്കൗണ്ട് ഒരു സാധാരണ സേവിംഗ് അക്കൗണ്ടായിട്ട് മാറുകയും തുടർന്ന് സീറോ ബാലൻസ് അക്കൗണ്ടിന് സേവനങ്ങൾ ലഭിക്കാതെ വരികയും സാധാരണ സേവിംഗ് അക്കൗണ്ടിന്റെ എല്ലാ ചാർജുകളും ബാധകമാവുകയും ചെയ്യും. പിന്നീട് നമ്മുടെ അക്കൗണ്ടിലെ മുഴുവൻ തുകയും പിൻവലിച്ചു കഴിയുമ്പോൾ അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ബാങ്ക് നമ്മുടെ അടുത്ത് നിക്ഷേപിക്കുന്ന പണത്തിൽ നിന്നും ചാർജുകൾ പിടിക്കുന്നതാണ്. ഇത് പലപ്പോഴും സീറോ ബാലൻസ് അക്കൗണ്ട് തുടങ്ങിയവർ അറിയാതെ പോകുന്ന ഒരു കാര്യമാണ്. നമ്മളൊരു സീറോ ബാലൻസ് അക്കൗണ്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് മൊബൈൽ ബാങ്കിങ്, ഇന്റർനെറ്റ് ബാങ്കിങ്, ATM കാർഡ് ഉപയോഗിക്കുക തുടങ്ങിയവയെല്ലാം ലഭിക്കുന്നുണ്ടെങ്കിലും മൊബൈൽ ആപ്പുകൾ വഴിയൊക്കെ നമുക്ക് നടത്താവുന്ന ട്രാൻസാക്ഷനുകളിലൊക്കെ വളരെയധികം ലിമിറ്റേഷൻസ് ഉണ്ട്. മിനിമം ബാലൻസ് ആവശ്യമായിട്ടുള്ള അക്കൗണ്ടുകളിൽ ഉപയോഗിക്കുന്നവർക്ക് ലഭിക്കുന്ന എല്ലാ ഫീച്ചറുകളൊന്നും സീറോ ബാലൻസ് സേവിംഗ് അക്കൗണ്ടുള്ള ഒരാളുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ കിട്ടണമെന്നില്ല. പലരും നമ്മുടെ വീഡിയോയിൽ വന്ന് കമന്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, എനിക്ക് മൊബൈൽ ആപ്പിൽ കൂടുതൽ തുക ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നില്ല, പല ഓപ്ഷൻസുകളും മൊബൈൽ ആപ്പിൽ വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ. ഇത്തരത്തിലുള്ള ഒരു സീറോ ബാലൻസ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്, നിങ്ങൾക്ക് മൊബൈൽ ആപ്പുകളിൽ പല ഓപ്ഷൻസുകൾ ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് സീറോ ബാലൻസ് അക്കൗണ്ടുകളുടെ ഒരു പോരായ്മയാണ്. അതുപോലെ സീറോ ബാലൻസ് അക്കൗണ്ടുകൾക്ക് സൗജന്യമായി ലഭിക്കുന്ന ATM കാർഡുകൾ എന്ന് പറയുന്നത് റുപ്പേ ഡെബിറ്റ് കാർഡുകളാണ്. ഇവ ഉപയോഗിച്ച് കടകളിൽ പോയിട്ട് സ്വൈപ്പ് ചെയ്യുന്നതിനും ATM മെഷീനിൽ നിന്നും പൈസ എടുക്കുന്നതിനുമൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. അതുപോലെ ഇന്റർനാഷണൽ ആയിട്ടുള്ള ഇടപാടുകളും ഇന്റർനാഷണൽ വെബ്സൈറ്റുകളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നതിനും ഒന്നും ഈ കാർഡ് സാധിക്കുന്നതല്ല. റുപ്പേ കാർഡ് മോശമെന്നല്ല, സാധാരണ അക്കൗണ്ടുകൾക്ക്, സീറോ ബാലൻസ് അല്ലാത്ത അക്കൗണ്ടുകൾക്ക് കൊടുക്കുന്ന റുപ്പേ കാർഡ് ഉപയോഗിച്ചെന്നാൽ ഇതെല്ലാം സാധിക്കുന്നതുമാണ്. സീറോ ബാലൻസ് അക്കൗണ്ടിന് ഇത്തരത്തിലുള്ള ദോഷങ്ങളും ഗുണങ്ങളും ഉള്ളതിനാൽ നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് മിനിമം ഒരു സീറോ ബാലൻസ് എങ്കിലും അക്കൗണ്ടെങ്കിലും ഉള്ളത് നല്ല കാര്യമാണ്. എന്നാൽ വിവിധ തരത്തിലുള്ള സീറോ ബാലൻസ് അക്കൗണ്ടുകൾ ഇപ്പോൾ ബാങ്കുകളിൽ നിലവിലുണ്ടെന്നും അവ മനസ്സിലാക്കി അവയുടെ സവിശേഷതകൾ മനസ്സിലാക്കിയതിനു ശേഷം ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് തുടങ്ങുന്നതായിരിക്കും നല്ലത്. പ്രധാനപ്പെട്ട കുറച്ച് സീറോ ബാലൻസ് അക്കൗണ്ടുകൾ ഏതൊക്കെയാണെന്നും അവയുടെ സവിശേഷതകളെയും കുറിച്ച് ഞാനിത് ഇവിടെ പറയാം. സാധാരണ സീറോ ബാലൻസ് അക്കൗണ്ട്, ഡിജിറ്റൽ സീറോ ബാലൻസ് അക്കൗണ്ട്, പ്രധാനമന്ത്രി ജൻധൻ യോജന സീറോ ബാലൻസ് അക്കൗണ്ട്, ജോയിന്റ് സീറോ ബാലൻസ് അക്കൗണ്ട്, സാലറി സീറോ ബാലൻസ് അക്കൗണ്ട്, ഇത്തരത്തിൽ വിവിധ തരത്തിലുള്ള സീറോ ബാലൻസ് അക്കൗണ്ടുകൾ നമുക്ക് തുടങ്ങാം. ഇവയിൽ ഏതെങ്കിലും ഒരു അക്കൗണ്ട് മാത്രമേ നമുക്ക് തുടങ്ങാൻ സാധിക്കുകയുള്ളൂ. സാധാരണ സീറോ ബാലൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ബാങ്കിന്റെ ബ്രാഞ്ചിൽ നേരിട്ട് പോയി ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് തുടങ്ങണമെന്ന് ബാങ്കിന്റെ ജീവനക്കാരോട് പറയുമ്പോൾ അവർ നൽകുന്ന ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുകയും അതിനോടൊപ്പം നമ്മുടെ ഒരു ഫോട്ടോയും ആധാറിന്റെ കോപ്പിയും കൊടുക്കുമ്പോൾ തുടങ്ങാവുന്ന അക്കൗണ്ടിനെയാണ് സാധാരണ സീറോ ബാലൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത്.
ഇനി ഡിജിറ്റൽ സീറോ ബാലൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് ഓൺലൈനായിട്ട് തുറക്കാൻ സാധിക്കുന്ന അക്കൗണ്ടുകളെയാണ്. ഡിജിറ്റൽ സീറോ ബാലൻസ് അക്കൗണ്ട് തന്നെ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് SBI, കാനറ പോലെയുള്ള നമുക്ക് നമ്മുടെ വീടിനടുത്തൊക്കെ കാണുന്ന ബാങ്കുകളുടെ തന്നെ ഡിജിറ്റൽ ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കും. മറ്റൊന്നെന്ന് പറഞ്ഞാൽ ബ്രാഞ്ചുകളില്ലാത്ത, ഫിസിക്കലായിട്ട് ബ്രാഞ്ചുകളൊന്നും ഇല്ലാത്ത ബാങ്കിൽ നമുക്ക് അക്കൗണ്ട് തുടങ്ങാം. ഇത്തരത്തിലുള്ള ബാങ്ക് അക്കൗണ്ടുകളാണ് നിയോ ബാങ്ക് അക്കൗണ്ടുകൾ എന്ന് പറയുന്നത്. FI മണി, ജൂപ്പിറ്റർ തുടങ്ങിയവ ഫെഡറൽ ബാങ്കിന്റെ നിയോ ബാങ്ക് അക്കൗണ്ടുകൾക്ക് ഉദാഹരണമാണ്. ഈ ഡിജിറ്റൽ സീറോ ബാലൻസ് അക്കൗണ്ടുകളുടെ അല്ലെങ്കിൽ നിയോ അക്കൗണ്ടുകളുടെയൊക്കെ ഒരു ദോഷമെന്ന് പറഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ട് മാത്രമേ ഇടപാടുകൾ നടത്താൻ പറ്റൂ. ബാങ്കിന്റെ ബ്രാഞ്ചിൽ പോയിട്ട് നമുക്ക് ഇടപാടൊന്നും നടത്താൻ സാധിക്കില്ല. അതുപോലെ തന്നെ നമുക്ക് ചെക്ക് ബുക്കും ലഭിക്കില്ല, ഫിസിക്കലായിട്ടുള്ള പാസ്ബുക്കും ലഭിക്കില്ല. പക്ഷേ നമുക്ക് ഡിജിറ്റലായിട്ടുള്ള പാസ്ബുക്ക് ലഭിക്കും. അതുപോലെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് പറ്റും. പിന്നെ ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് റുപേ കാർഡല്ല, വിസ കാർഡും നമുക്ക് ഇതിനോടൊപ്പം ലഭിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട സീറോ ബാലൻസ് അക്കൗണ്ടാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന സീറോ ബാലൻസ് അക്കൗണ്ട്. വളരെ പാവപ്പെട്ട താഴ്ന്ന നിലയിലുള്ള ആൾക്കാർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഒരു അക്കൗണ്ടാണ് ഈ പ്രധാനമന്ത്രി ജൻധൻ സീറോ ബാലൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. 10 വയസ്സ് തികഞ്ഞ ഏതൊരാൾക്കും ഈ അക്കൗണ്ട് ബാങ്കിൽ നേരിട്ട് പോയി തുടങ്ങാൻ സാധിക്കും. എന്നാൽ 10,000 രൂപയ്ക്ക് മുകളിൽ ഈ അക്കൗണ്ട് നമ്മൾ നിലനിർത്തുകയാണെങ്കിൽ 10,000 രൂപയ്ക്ക് മുകളിൽ നമ്മുടെ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ ജൻധൻ അക്കൗണ്ട് മാറി സാധാരണ അക്കൗണ്ടായി ഈ അക്കൗണ്ട് കൺവേർട്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടെ പ്രത്യേകം ഓർമ്മിക്കുക. അടുത്ത് വരുന്നത് ജോയിന്റ് സീറോ ബാലൻസ് സേവിംഗ് അക്കൗണ്ട് ആണ്. ഒരു വീട്ടിലുള്ള 2 പേർക്ക് ചേർന്ന് തുടങ്ങാവുന്ന സീറോ ബാലൻസ് അക്കൗണ്ടുകളാണ് ജോയിന്റ് സീറോ ബാലൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. മിക്ക ബാങ്കുകളിലും ജോയിന്റ് സീറോ ബാലൻസ് അക്കൗണ്ട് ഉണ്ടെങ്കിലും നമ്മൾ പോയി കഴിഞ്ഞാൽ അവർ സാധാരണ സീറോ ബാലൻസ് അല്ലാത്ത ഒരു അക്കൗണ്ട് ആയിരിക്കും ഓപ്പൺ ചെയ്ത് തരുന്നത്. 2 പേർക്ക് ഒരേ സമയം അക്കൗണ്ട് ഉപയോഗിക്കാം എന്നുള്ളതും ബാങ്കിലെ പണം പൂർണ്ണമായിട്ടും പിൻവലിക്കാം എന്നുള്ളതും മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ട എന്നുള്ളതും കൊണ്ട് ബാങ്കുകൾ സീറോ ബാലൻസ്, ജോയിന്റ് സീറോ ബാലൻസ് അക്കൗണ്ടുകൾ പ്രൊമോട്ട് ചെയ്യാറില്ല. അവസാനമായിട്ട് പറയാനുള്ളത് സാലറി സീറോ ബാലൻസ് അക്കൗണ്ട് ആണ്. സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല സീറോ ബാലൻസ് അക്കൗണ്ട് ഇതാണ്. സർക്കാർ ജീവനക്കാർക്കും കൃത്യമായിട്ട് ബാങ്ക് അക്കൗണ്ടിൽ ശമ്പളം ക്രെഡിറ്റ് ആവുന്ന ഏതൊരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്ത ഏതൊരാൾക്കും തുടങ്ങാവുന്ന ഏറ്റവും മികച്ച സീറോ ബാലൻസ് അക്കൗണ്ടാണ് സാലറി സീറോ ബാലൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. മറ്റ് സീറോ ബാലൻസ് അക്കൗണ്ടുകളേക്കാൾ കൂടുതൽ ഫ്യൂച്ചറുകൾ ഇതിനുണ്ട്. ATM മെഷീനിൽ നിന്നും പരിധിയില്ലാതെ പൈസ പിൻവലിക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ 50,000 രൂപ കൂടുതൽ സാലറി എല്ലാ മാസവും ഈ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നുണ്ടെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റിയും ഈ അക്കൗണ്ടുകൾ നമുക്ക് നൽകുന്നുണ്ട്. മിനിമം ബാലൻസ് ആവശ്യമുള്ള അക്കൗണ്ടുകളിൽ ഉപയോഗിക്കുന്ന എല്ലാ ഫ്യൂച്ചറുകളും ഈ സാലറി സീറോ ബാലൻസ് അക്കൗണ്ടിൽ നമുക്ക് മൊബൈൽ ആപ്പുകൾ വഴിയും ഇന്റർനെറ്റ് ബാങ്കിംഗ് വഴിയും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയ ശേഷം നിങ്ങളുടെ സാമ്പത്തികവും നിങ്ങളുടെ ജോലിയും അനുസരിച്ച് നിങ്ങൾക്കൊരു സീറോ ബാലൻസ് അക്കൗണ്ട് എടുക്കാൻ സാധിക്കും. വിദേശത്ത് നിന്നും ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കില്ല എന്നുള്ളത് ഒരു പോരായ്മയാണ്. അതുകൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇന്ത്യയിൽ നിന്നും നമുക്ക് 2 രീതിയിൽ സീറോ ബാലൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഒന്നാമതായി നമ്മുടെ വീടിനടുത്തുള്ള ഏതെങ്കിലും ബാങ്കിന്റെ ബ്രാഞ്ചിൽ പോയി ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് തുടങ്ങുന്നതിനുള്ള അപേക്ഷ പൂരിപ്പിച്ചു കൊടുത്ത് ഫോട്ടോയും ആധാറിന്റെ കോപ്പിയും നൽകി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. രണ്ടാമതായി നമ്മുടെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് ഡിജിറ്റലായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഡിജിറ്റൽ സീറോ ബാലൻസ് അക്കൗണ്ട് തുടങ്ങുമ്പോൾ മറ്റൊരു ബാങ്കിൽ നിന്നും ഓൺലൈനായി മാത്രമേ നമുക്ക് ഈ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂ. അതുപോലെ സാലറി ക്രെഡിറ്റ് ആവുന്ന അക്കൗണ്ടുകളും ഡിജിറ്റൽ സീറോ ബാലൻസ് അക്കൗണ്ടായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓൺലൈനായിട്ട് അക്കൗണ്ടുകൾ തുടങ്ങുമ്പോൾ നമ്മുടെ സിഗ്നേച്ചറും ഒറിജിനൽ ആധാറിന്റെ ഫോട്ടോയും പാൻ കാർഡിന്റെ ഫോട്ടോയും ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ഓൺലൈൻ സീറോ ബാലൻസ് അക്കൗണ്ടുകൾ തുടങ്ങുന്നതിനുള്ള ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ, ഈ വീഡിയോയുടെ തൊട്ട് താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സീറോ ബാലൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്കും ചെലവുകൾ കൂടുതലുള്ളവർക്കും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലെ പൈസ മുഴുവനായും എല്ലാ മാസവും ഉപയോഗിക്കണം എന്നുള്ളവർക്കൊക്കെ ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് തുടങ്ങുന്നത് വളരെയധികം പ്രയോജനം ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടുവാണോ എന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു സീറോ ബാലൻസ് അക്കൗണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം ഓപ്പൺ ചെയ്യാൻ സാധിക്കട്ടെ. അതുപോലെ സീറോ ബാലൻസ് അക്കൗണ്ടുകൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.